G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് കാനഡയിലെത്തും. ഇറാൻ ഇസ്രയേൽ യുദ്ധം യോഗത്തിൽ ചർച്ചയാകും. ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര ഉലച്ചിലിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കാനഡ സന്ദർശനമാണിത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ വീണ്ടും ചേരുന്നു. ഗൗതം, G7 ഉച്ചകോടിയിൽ ഭാരതത്തിൻ്റെ സാന്നിധ്യം അതെത്ര കണ്ട് നിർണായകമാണ് ഈ പുതിയ ലോകരാഷ്ട്രീയ സാഹചര്യത്തിൽ? കൃഷ്ണജി, വളരെ സുപ്രധാനമായ G7 ഉച്ചകോടിയാണ് ഇന്നും നാളെയുമായി കാനഡയിൽ നടക്കുന്നത്. ഇതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ കാനഡയിലേക്ക് എത്തുന്നത്. അദ്ദേഹം വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രധാനമന്ത്രി കാണും. ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അതിരൂക്ഷമായ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ G7 ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുന്നത്. അതിനാൽ പ്രധാനമായും ഈ യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ പര്യടനമാണ്. അതിനാൽ തന്നെ നയതന്ത്ര തലത്തിൽ ഭാരതവുമായി നല്ല ബന്ധമുള്ള രാഷ്ട്രത്തലവന്മാരെ ഓപ്പറേഷൻ സിന്ധു സംബന്ധിച്ചുള്ള ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും അവരെ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്നലെ എക്സിൽ കുറിച്ചിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ കാനഡ സന്ദർശനത്തിനും ചില പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, നിലവിൽ നയതന്ത്ര ബന്ധം ഭാരതത്തിനും കാനഡയ്ക്കും ഇടയിൽ മോശമായി നിൽക്കുകയാണ്. ഹർദീപ് സിംഗ് നിജർ എന്ന ഖാലിസ്ഥാൻ ഭീകരനെ അജ്ഞാതർ കാനഡയിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ നയതന്ത്ര ബന്ധം വളരെ രൂക്ഷമായത്. പിന്നീട് ഭാരതവും ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയുടെ കനേഡിയൻ സന്ദർശനം എന്ന പ്രത്യേകത കൂടിയുണ്ട്.